ജയ് ശ്രീമന്നാരായണ. ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർകൾ. അധ്യായം 10 വിഭൂതിയോഗ, ശ്ലോകം 35. ബൃഹത്സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാം അഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ഓം. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിഭൂതിയോഗ അഭ്യസിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, എല്ലാ മാസങ്ങളിലും വെച്ച് മാർഗശിര ഞാൻ ആകുന്നു, എല്ലാ ഋതുക്കളിലും വെച്ച് ഞാൻ വസന്തമാകുന്നു. സാമവേദം ശ്രീമൻ നാരായണന്റെ മഹത്വത്തെപ്പറ്റി മധുരമായ മന്ത്രങ്ങളിലൂടെ പ്രശംസിക്കുന്നു. എല്ലാ സാമവേദ മന്ത്രങ്ങളിലും വെച്ച് ബൃഹത് സാമമന്ത്രം അതീവ മധുരകരവും ശ്രീമൻ നാരായണന്റെ ശോഭയും മഹാത്മ്യത്തെപ്പറ്റിയും വ്യക്തമായി പറയുന്ന മന്ത്രമാകുന്നു. ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു, അദ്ദേഹമാണ് ബൃഹത് സാമമന്ത്രം. കാരണം ബൃഹത് സാമമന്ത്രത്തിൽ അദ്ദേഹത്തിന്റെ അംശം അധികമായി വച്ചിരിക്കുന്നു. വേദങ്ങളിൽ മന്ത്രങ്ങൾ പല നീളത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയിൽ 24 അക്ഷരത്തിൽ ക്രമീകരിച്ചത് ഗായത്രി മന്ത്രമാകുന്നു. ഗായത്രി മന്ത്രം ശ്രീമൻ നാരായണന്റെ മുഴുവൻ ശോഭയും ഉൾക്കൊള്ളുന്ന മന്ത്രമാണ്. ഗായത്രി മന്ത്രം ശ്രേഷ്ഠമുനി വിശ്വാമിത്രയാണ് ചിട്ടപ്പെടുത്തിയത്. ഇതിനാൽ ഗായത്രി മന്ത്രം ആണ് എല്ലാ വേദങ്ങളിലും വെച്ച്, എല്ലാ വേദമന്ത്രങ്ങളിലും വെച്ച് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു, അദ്ദേഹമാണ് ഗായത്രി മന്ത്രം. കാരണം ഗായത്രി മന്ത്രത്തിൽ അദ്ദേഹം തൻ്റെ അംശം അധികമായി വച്ചിരിക്കുന്നു. മാർഗശിര മാസമാണ് പുണ്യമായ മാസമായി കരുതപ്പെടുന്നത്. മാർഗശിര മാസത്തിൽ മോക്ഷം ലഭിക്കുവാനുള്ള വഴി നമുക്ക് കാണിച്ചു തരും എന്നാണ് വിശ്വാസം. ഈ മാസത്തിലാണ് ധനുർമാസ വ്രതം അനുഷ്ഠിച്ച് ശ്രീമൻ നാരായണന്റെ അനേകം അനുഗ്രഹം നേടുന്നത്. ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു, അദ്ദേഹമാണ് മാർഗശിര മാസം. കാരണം ഈ മാസത്തിൽ അദ്ദേഹം തൻ്റെ അംശം അധികമായി വച്ചിരിക്കുന്നു. വസന്തത്തിൽ എല്ലാ പൂക്കളും പൂക്കുന്നു. ഈ കാലമാണ് എല്ലാ കാലങ്ങളുടെയും രാജാവ്. വേദപരമായ യജ്ഞങ്ങൾക്ക് ഇത് വളരെ മംഗളകരമായ സമയമാണ്. ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു, അദ്ദേഹമാണ് വസന്തകാലം. കാരണം വസന്ത ഋതുവിൽ അദ്ദേഹം തൻ്റെ അംശം അധികമായി വച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തെ നമുക്ക് ഓർമ്മിക്കാം. എപ്പോഴെല്ലാം സാമവേദ മന്ത്രം കേൾക്കുമ്പോഴോ ജപിക്കുമ്പോഴോ, ഗായത്രി മന്ത്രം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴോ, മാർഗശിര മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, വസന്തകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, അവയിൽ ശ്രീകൃഷ്ണ പരമാത്മയുടെ അധികമായ അംശത്തെ നമുക്ക് തിരിച്ചറിയാം. ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിയുടെ വാക്കുകൾ ശ്ലോകത്തിൽ എന്ന പോലെ നമുക്ക് ആവർത്തിക്കാം. ബൃഹത്സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ശ്രീമന്നാരായണ കരിഷ്യേ വചനം തവ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീമന്നാരായണ. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസത്ത 18-ാം അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം
അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ, അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട 8 പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ 8 പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമന്നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമന്നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമന്നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം. ഓ ശ്രീമന്നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമന്നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ
അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമന്നാരായണ. കരിഷ്യേ വചനം തവ. ശ്രീമന്നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം. ബൃഹത്സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാം അഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ഓം ബൃഹത്സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീമന്നാരായണ.